ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് കേട്ടോ നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. കുറച്ച് പഴയ ബട്ടൺസൊക്കെ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് ഒരുപാട് നല്ലതൊന്നുമല്ല, കുറേ ഇങ്ങനെ കളറൊക്കെ കുറച്ചൊക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. പഴയ ഉടുപ്പിന്നും ഒക്കെ ഇങ്ങനെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് റെഡ്, കുറച്ച് പിങ്ക്, അതുപോലെ കുറച്ച് വൈറ്റ്, പിന്നെ കുറച്ച് റെഡ് കളർ, പിങ്ക് കളർ സ്റ്റോണൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ കുറേ മുമ്പേ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനാമിൽ പെയിൻ്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ അത്ര ഒരു ഭംഗിയില്ലാത്തൊരു ടൈപ്പ് ഷേപ്പാണ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ പെയിൻറ്റിങ് ഡിസൈനൊന്നും ചെയ്താൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ വിചാരിച്ചു അതങ്ങ് യൂസ് ചെയ്യാമെന്ന്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഷീറ്റാണ്. അപ്പോൾ ഞാനിവിടെ സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് 1-2 ലെറ്റേഴ്സ് ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇതിൻ്റെ പുറക് സൈഡിലൊന്നും ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കട്ട് ചെയ്ത സമയത്താണ് അതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിട്ടാണല്ലോ നമുക്ക് കിട്ടുക, ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതിയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളിതിൻ്റെ പുറകിൽ തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിറർ ഇമേജ് ആയിട്ടുള്ള രീതിയിൽ ആദ്യം എഴുതാം. അപ്പോൾ അത് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ IU എന്ന് പറഞ്ഞ 2 ലെറ്റേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഫോം ഷീറ്റായിട്ടോ അല്ലെങ്കിൽ കളർ പേപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ IU എന്ന് പറഞ്ഞ 2 ലെറ്റർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഒരു 3 ഭാഗമായിട്ടാണല്ലോ കാണുന്നത്, മേലെയും താഴെയും പിന്നെ നടുക്കുമായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലെറ്റർ ഇങ്ങനെ മേലെയും താഴെയായിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു മോഡൽ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു 2 ലെറ്ററും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻസ് വേണമെങ്കിൽ അങ്ങനെയും എഴുതുക, അല്ലെങ്കിൽ സ്പോഞ്ച് ഷീറ്റ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ മേലെയും താഴെയായിട്ട് നമ്മളിങ്ങനെ ലെറ്റേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ആ ഒരു ബട്ടൺസാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒരു ലവ് ഷേപ്പിലൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ബട്ടൺസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് മാക്സിമം ആ ഒരു റെഡ്, പിങ്ക് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണുന്ന രീതിയിൽ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാടൊന്നും ഇല്ലായിരുന്നു, കൂടുതലും ഇങ്ങനെ വൈറ്റ് കളറും ലൈറ്റ് പിങ്കൊക്കെയാണുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ വൈറ്റും ലൈറ്റ് പിങ്കിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഡാർക്ക് പിങ്കും അതുപോലെ റെഡ് കളറൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ കവർ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ ഞാനിങ്ങനെ 1-2 ഡാർക്ക് കളേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു തിക്നെസ് ഉള്ള പോലെ കിട്ടും ചെയ്യും. പിന്നെ ആ ഒരു ഡാർക്ക് കളർ കൂടുതലായിട്ടുള്ള പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു റെഡ് കളർ സ്റ്റോൺസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചപ്പം നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ കൂടുതലായിട്ടും ബട്ടൺസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് 2 ലവ് ഷേപ്പൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചൊരു വലിയൊരു സൈസിൽ ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആ ഒരു ലവ് ഷേപ്പ് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനി കുറച്ചുകൂടെ ബട്ടൺസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള IU എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾക്ക് ബട്ടൺസ് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സിൽവർ കളറിലാണല്ലോ നമ്മൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ നല്ലത് റെഡ് കളർ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കായിരുന്നു എന്ന്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവുമായിരുന്നു ആ ഒരു IU എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ മെറ്റീരിയൽസ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിൽ ഒരു റെഡ് കളർ സാറ്റിൻ റിബൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു ഹെയർ ബാൻഡിൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുള്ളൊരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബോ പോലെ ഒരു പിങ്ക് കളർ. അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ ആ ഒരു നെക്കിൻ്റെ അവിടെ അങ്ങനെ താഴോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു തൊട്ടടുത്തുള്ള ഒരു ഡ്രീം ക്യാച്ചറിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 2 ലവ് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റിൽ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം വാലന്റൈൻ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഡ്രീം ക്യാച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ, ഭയങ്കര സിമ്പിൾ തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയ ബട്ടൺസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാലന്റൈൻ സ്പെഷ്യൽ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര സിമ്പിളായി പോയെന്ന്, കാരണം കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സിൽ നിന്നൊക്കെ അങ്ങനെ ഇളകി പോയിട്ടുള്ള ബട്ടൺസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും ചെയ്യും. അപ്പം ഒരു നല്ലൊരു സിമ്പിളായി പോയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു കളർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു IU എന്നുള്ളതൊക്കെ കുറച്ചൊരു റെഡ് കളറിലൊക്കെ ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഒരു കളർഫുള്ളായിട്ട് കിട്ടും.
നമ്മളിത് ഫുള്ളായിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു ടൈം എടുക്കും സ്റ്റിക്കായിട്ട് കിട്ടാനും, അത്രയേ ഉള്ളൂ. പിന്നെ ആ ഷേപ്പ് കുറച്ചൊന്ന് കറക്റ്റായിട്ട് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പ്ലീസ് ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വാലൻറ്റൈൻ സ്പെഷ്യലായിട്ട് ക്രാഫ്റ്റ് ചെയ്യുമോ, വാലൻറ്റൈൻ സ്പെഷ്യൽ ബോട്ടിലായിട്ട് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വാൾ ഡെക്കറും അതുപോലെ ഒരു ബോട്ടിലാട്ടും. ഇതൊരു വാൾ ഡെക്കറാണ്, കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളതാണ്, മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, ഈ കമൻറ്റ് ചെയ്തിട്ടുള്ളവരൊന്നും അത് കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്താലല്ലേ നമുക്ക് വീണ്ടും ഒരു വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാം കേട്ടോ. ഫിസ, അജ്മൽ, നൂഫ, വൈഭവരി, ലാമിയ, അൻസന, ജുവാന, ആലിയ കെ, എല്ലാവർക്കും ഞാനൊരു ബിഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM-നാണ്. മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.